JEE മെയിൻ 2026 ഫേസ് 1 എക്സാമിൻ്റെ ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു. അതിൽ 22nd question. 2 liquid A and B form an ideal solution at 320 Kelvin. Vapor pressure of the solution containing 3 mol of A, 1 mol of B is 500 mm Hg. At the same temperature, if 1 mol of A is further added to the solution, vapor pressure of the solution increases by 20 mm Hg. Vapor pressure of B in the pure state is. Chapter solutions, topic Raoult's law. Okay. രണ്ട് കണ്ടീഷൻസ് കൊടുത്തിരുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 3 മോൾ എയും 1 മോൾ ബിയും ഉണ്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയായിരിക്കും വരിക? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 4. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 4 അല്ലേ? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ, 1 ഡിവൈഡ് ബൈ ടോട്ടൽ. ഇനി നമുക്ക് റൗൾട്ട്സ് ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു PA0 XA plus PB0 XB. P ടോട്ടലിൻ്റെ വാല്യൂ നോക്കിയേ, 500 നമുക്ക് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് 500. PA0ൻ്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷേ XAയുടെ വാല്യൂ 3/4. PB0ൻ്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷേ XB 1/4. അപ്പോൾ ഈ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2000 ഈസ് ഈക്വൽ ടു 3 PA0 പ്ലസ് PB0 എന്ന് കിട്ടും. ഈ റിലേഷൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 1 മോൾ ഓഫ് എ ഫർദർ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ 4 മോൾ എയും 1 മോൾ ബിയും. ഇപ്പോഴത്തെ മോൾ ഫ്രാക്ഷൻ എത്ര വരും? എക്സ് എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ 4/5 എന്ന് വരും. കാരണം ടോട്ടൽ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ കൂട്ടുന്നതല്ലേ, 4/5. സിമിലർലി എക്സ് ബി എന്ത് വരും? 1/5. പുതിയ ഇക്വേഷൻ പി ടോട്ടൽ എന്ത് വരും നോക്കിയേ. എ ആഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ടോട്ടൽ വേപ്പർ പ്രഷർ 20 mm Hg ഇൻക്രീസ് ആയിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന 500, ഇപ്പോൾ 20 കൂടി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് വരും? 520 എന്ന് വരും. ദിസ് വിൽ ബി 520 ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ. സോ ഐ എം റൈറ്റിംഗ് ദ സെയിം ഇക്വേഷൻ വൺസ് അഗെയിൻ. ടോട്ടൽ പ്രഷർ എത്രയായി? 520. PA0ൻ്റെ വാല്യൂ നമുക്കറിയില്ല. PA0 XA എന്ന് പറയുന്നത് 4/5 ആണ്. പ്ലസ് PB0ൻ്റെ വാല്യൂ അറിയില്ല, XB 1/5 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ് സൈഡിലുള്ള 5നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. 520 × 5. 520 × 5 എന്ന് പറഞ്ഞാൽ 2600 വരും. സോ 2600 ഈസ് ഈക്വൽ ടു 4 PA0 പ്ലസ് PB0 എന്ന് വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. രണ്ടിനകത്തും PA0 PB0ൻ്റെ രണ്ട് ഇക്വേഷൻ. 2 ഇക്വേഷൻ 2 അൺനോൺ. 2000 is equal to 3 PA0 plus PB0. 2600 is equal to 4 PA0 plus PB0 എന്ന് വരും. ഓക്കെ, 1 2 2 മൈനസ് 1 എടുത്തു. 2ൽ നിന്ന് 1നെ കുറച്ചു. അപ്പോൾ 600 is equal to PA0 എന്ന് വരും. ഓക്കെ, 600 equal to PA0 എന്ന് വരും. അതിൽ നിന്ന് PB0ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ PB0 വാല്യൂ വിൽ ബി 200 എന്ന് വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേപ്പർ പ്രഷർ ഓഫ് ബി ഇൻ ദ പ്യുവർ സ്റ്റേറ്റ് അല്ലേ? ആ വാല്യൂ എത്രയാണ്? 200. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻറ്റീജർ വാല്യൂ 200 എന്നാണ് ഇവിടെ വരേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 200.